ഏത് ശ്ലോകം വരെ എടുത്തേ? 33 തീർന്നില്ല. പ്രയച്ഛതി പരം ജാഡ്യം പരമാലോകരോധിനി മോഹിനി മോഹനീഹാരഗഹന തൃഷ്ണ ജലദമാലിക. അവിവേകമാകുന്ന ജലഗണങ്ങൾ ഉരുണ്ടുകൂടിയതും മോഹനീഹാര ഗഹന, മോഹമാകുന്ന ഗഹനങ്ങളായ നീഹാരങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുള്ളതും പരമാലോകരോധിനി, പരംജ്യോതിസായ ആത്മാവാകുന്ന സൂര്യനെ മറയ്ക്കുന്നതും ആയ തൃഷ്ണ ജലദമാലിക, തൃഷ്ണയാകുന്ന മേഘമാല പരം ജാഡ്യം പ്രയച്ഛതി, വർദ്ധിച്ച മൗഢ്യമാകുന്ന ശൈത്യത്തെ പ്രദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ജഡത്വത്തെ പ്രദാനം ചെയ്യുന്നു. അവിടെ ആ ജാഡ്യം എന്നതിന് ശൈത്യം എന്നൊരർത്ഥമാണ് അനേകം വ്യാഖ്യാതാക്കന്മാർ നൽകിയിട്ടുള്ളത്. അതല്ല കൂടുതൽ ശരി, മൂർഖതയാകുന്ന ആലസ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് ഏറ്റവും പൗരാണിക വ്യാഖ്യാനങ്ങളിൽ ഒന്നിൽ പറയുന്നത്. മറ്റൊന്ന് ഉഷ്ണവും പുകച്ചിലും ഉണ്ടാക്കുന്നു എന്നാണ് വേറൊന്നിൽ പറയുന്നത്. അത് രണ്ടുമാണ് കൂടുതൽ അനുഭവപ്രധാനമെന്ന് തോന്നുന്നു. മേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ തണുപ്പല്ല ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ തണുപ്പ് എന്ന് പദം പറഞ്ഞിട്ടുമില്ല, ജാഡ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേഘം ഉരുണ്ടുകൂടുമ്പോൾ സൂര്യനെ മറയ്ക്കുന്ന സമയത്ത് ചൂടാണ് കൂടുന്നത്. ഇതിന് കാരണം നമ്മൾ പഠിച്ച ആധുനിക ശാസ്ത്രവും ഇതും തമ്മിൽ പലപ്പോഴും യോജിച്ചു പോവില്ല. തല്ലി യോജിപ്പിക്കുവാൻ പലപ്പോഴും ആളുകൾ ശ്രമിക്കും. ശാസ്ത്രം മാറും, ആധുനിക ശാസ്ത്രവും അതിൻ്റെ കണ്ടെത്തലും മാറും. സൂര്യൻ്റെ പ്രകാശം നേരിട്ടൊന്നുമല്ല ഭൂമിയിൽ വരുന്നത്. സൂര്യൻ്റെ പ്രകാശം അപഭ്രംശം വന്ന് മാത്രമാണ് ഭൂമിയിലെത്തുന്നത്. മേഘം കൊണ്ടാണ് മഴ പെയ്യുന്നതെന്നാണ് നിങ്ങൾ ശാസ്ത്രത്തിൽ പഠിക്കുന്നത്. പ്രാചീനൻ മഞ്ഞുരുകിയാണ് മഴ പെയ്യുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. മഞ്ഞ് സൂര്യപ്രകാശം കൊണ്ട് ഉരുകുകയില്ല. ചില പ്രത്യേക തലങ്ങളിൽ എന്നാണ് പ്രാചീനർ പറയുക. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണോ എന്നറിയില്ല. മുകളിലേക്ക് നിങ്ങൾ ഉയർന്നുയർന്ന് ചെന്നാൽ മുകളിൽ മുഴുവൻ മഞ്ഞു പാളികളാണ്. പർവ്വതങ്ങളിൽ മാത്രമല്ല, അന്തരീക്ഷത്തിലും മഞ്ഞുപാളികളാണ്. അത് വളരെ ചേർന്നാണ് ഇരിക്കുന്നത്. അതിലൂടെയാണ് അതൊക്കെ ചേർന്നാണ് ഇരിക്കുന്നത്. അതിൻ്റെ അതിലൂടെ അരിച്ചാണ് സൂര്യപ്രകാശം എത്തുന്നത്. അത് കുറയുന്ന സ്ഥലങ്ങളിലും കുറയുന്ന സമയങ്ങളിലുമാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത്. അതിന് താഴെ മേഘാവൃതമായി കഴിഞ്ഞാൽ, അന്തരീക്ഷം മേഘാവൃതമായി കഴിഞ്ഞാൽ ചൂടുള്ള രശ്മികൾ മാത്രമാണ് താഴേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ചൂടനുഭവപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ വിയർക്കുകയാണ് ചെയ്യുന്നത്, തണുക്കുകയല്ല ചെയ്യുന്നത്.
ഇത് ഈ കാലഘട്ടത്തിലാകുമ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിലറിയാം. എപ്പോൾ മേഘാവൃതമാണോ അപ്പോൾ പുകച്ചിൽ അനുഭവപ്പെടും. ഏത് അത് ചില സമയത്ത് മഴയോടൊപ്പം വീഴും, ചിലപ്പോൾ മഴയില്ലാതെ വീഴും. കടുത്ത വേനൽക്കാലങ്ങളിൽ അതിൻ്റെ ഒരു പാളിയെ എവിടെയെങ്കിലും മുറിഞ്ഞു പോയാൽ സൂര്യരശ്മികളുടെ ചില പ്രത്യേകതകൾ അന്തരീക്ഷവുമായി ചേരുമ്പോഴുണ്ടായാൽ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മി സമൂഹങ്ങൾ അന്തരീക്ഷത്തിലെ മാറ്റമനുസരിച്ച് ചില മാറ്റം വന്നാൽ ഐസ്ബർഗ് തന്നെ വീഴും. ചെറിയ കണങ്ങളല്ല വീഴുക. ഞാൻ ഉദ്ദേശിച്ചത് ഐസ് വീഴുമെന്നാണ് ഉദ്ദേശിച്ചത്. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മത്സ്യത്തിലിടാൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വലിയ ബർഗുകളുണ്ട്, കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. അത്തരം 1000 കിലോ 500 കിലോ ഭാരമുള്ള ഐസ്ബർഗുകൾ പൊഴിഞ്ഞു വീഴും. നിങ്ങളുടെ കെട്ടിടമൊക്കെ പൊട്ടിത്തകർന്നു പോകും. ഇതൊരു വിധാനീയതയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നിലനിന്ന് പോകുന്നത്. ഇവയൊക്കെ നിലനിൽക്കുന്നത് മനുഷ്യനും ജീവജാലങ്ങളും തമ്മിലുള്ള പ്രേമത്തിലാണ്. ശാസ്ത്രം കൊണ്ടോ ശാസ്ത്രപഠനം കൊണ്ടോ ലോകം നിലനിൽക്കില്ല. ഇതാണ് ഭാരതീയ കാഴ്ചപ്പാട്. അത് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കി ഹൃദയത്തോട് ചേർത്ത് വെച്ച് പഠിച്ചാൽ ബോധ്യമാവും. പഠിക്കൽ, വെള്ളം, നീന്തലറിയാൻ വയ്യാത്ത കൊച്ചു കുഞ്ഞ്, പണിക്ക് പോകുന്ന അമ്മ, പെരയ്ക്കകത്തേക്ക് കയറി വരുന്ന പാമ്പുകൾ, ഇതിൻ്റെ ഇടയിൽ അപകടമില്ലാതെ ജീവിച്ചിരുന്ന കുട്ടനാടൻ പ്രദേശങ്ങളിലെയും മറ്റും കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ പോയി ചാകാതെ, പാമ്പ് കടിക്കാതെ, എലി വന്ന് കടിച്ച് എലിപ്പനി ഉണ്ടാകാതെ ജീവിച്ച കുഞ്ഞുങ്ങളും അമ്മയും അച്ഛനുമൊക്കെ കഞ്ഞിയും കുടിച്ച് സുഖമായി ജീവിച്ചവർ. പാമ്പിനെ ഒഴിവാക്കാൻ മുറ്റം സിമൻ്റ് ഇട്ടു, വെള്ളമില്ലാതിരിക്കാൻ കിണറൊക്കെ കെട്ടി പൊത്തി. ഇതൊക്കെ ചെയ്തിട്ടും കിണറ്റിൽ വീണ് മരിച്ച കുഞ്ഞ്, പെരയ്ക്കകത്ത് വന്ന് പാമ്പ് കടിച്ച അവസ്ഥ, ഇതൊക്കെ കിഴക്കൻ മേഖലകളിൽ ഉണ്ടാവുമ്പോൾ ഇവയുടെ സാഹചര്യമാണോ ഇതുണ്ടാക്കുന്നത്, അതല്ല മറ്റു വല്ലതുമാണോ ഉണ്ടാക്കുന്നതെന്ന് ജിജ്ഞാസ വരുന്നവനെയാണ് ശാസ്ത്രകാരനെന്ന് ഭാരതീയർ വിളിക്കുന്നത്. അല്ലാതെ എങ്ങനെ അത് പ്രകൃതിയിൽ താളക്രമത്തിൽ അപകടങ്ങൾ ഉണ്ടാകാതെ പോകുന്നു എന്ന് അപഗ്രഥിക്കുകയും കണ്ടെത്തുകയും അതിൻ്റെ പരിഹാരം ജനതയ്ക്ക് ശാസ്ത്രീയമായി വർണ്ണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനെ ശാസ്ത്രകാരനെന്ന് ഭാരതീയ പൗരാണികർ വിളിക്കുമ്പോൾ നെറ്റ് വാങ്ങിക്കാനും കല്ല് കെട്ടാനും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ചെയ്യാനും അതിന് ധാരാളം പണം മുടക്കാനും അതിനേക്കാൾ അപകടങ്ങൾ വരാനും ഉണ്ടാക്കിയ വസ്തുക്കൾ തന്നെ അപകടത്തിൽ കുരുക്കാനും പോകുന്നതിൻ്റെ വഴിയിലൂടെ പോകുന്നവനെയാണ് ആധുനിക ശാസ്ത്രകാരൻ എന്ന് വിളിക്കുന്നത്. ഇവർ തമ്മിലുള്ള അന്തരം ഇതാണ്. നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ശരിയല്ലെന്ന് പെട്ടെന്ന് സമർത്ഥിക്കുവാൻ നിങ്ങൾക്കാവുകയുമില്ല. അതാണ് നിങ്ങളുടെ ദുരന്തം. ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് സമർത്ഥിക്കുവാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ സമാധാനത്തോടെ ഇറങ്ങിപ്പോവും. മനസ്സിലായില്ല? അത് പറയാനുള്ള ചങ്കൂറ്റവും തൻ്റെ ഇടവും നിങ്ങൾക്കില്ല. ഇതാണ് ശാസ്ത്രത്തിൻ്റെ 2 വഴിത്താരകൾ തമ്മിലുള്ള അന്തരം. ഇതിനുള്ള വിദ്യാഭ്യാസം വേറെയാണ്. അതിന് അത്യാവശ്യം വേണ്ടുന്ന ഭാഷയും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യം തിരിച്ചറിയാൻ, ഈ പ്രകൃതിയെ തിരിച്ചറിയാനുള്ളത് അച്ഛനമ്മമാരിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റുനടക്കാറായി ഒരുമാതിരി ഒരു സാധനം എടുക്കാനും പഠിക്കാനും ആയാൽ പോയി പ്രായോഗികമായി അറിയുന്ന ഒരുവൻ്റെ കീഴിൽ നിന്ന് അവനോടൊപ്പം പണിയെടുത്തുകൊണ്ട് സ്വന്തം അധ്വാനത്തിൽ പഠിച്ചു വളരുന്നവന് മാത്രമേ ഈ ബുദ്ധിയിലെത്താൻ പറ്റുള്ളൂ.
അതല്ലാതെ നല്ല കാലം മുഴുവൻ പഠിക്കാനാണെന്ന് പറഞ്ഞ് ബുദ്ധിയെ വികലമാക്കുന്ന വിദ്യാഭ്യാസത്തിന് അയക്കുകയും ബുദ്ധി വികലമായി കഴിഞ്ഞു വന്നാൽ അച്ഛനെയും അമ്മയെയും അംഗീകരിക്കാതിരിക്കുകയും സമാജത്തെ അംഗീകരിക്കാതിരിക്കുകയും ജീവജാലങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ശാസ്ത്രത്തിൻ്റെ ഏതോ കോടരങ്ങളിൽപ്പെട്ട് ജീവിക്കാമെന്ന് വ്യർത്ഥമായി മോഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനും വ്യക്തിക്കും നാളെ ധാരകത്വമുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ജീവിക്കാനാവില്ല. കാലത്തെ നിശബ്ദത. പറഞ്ഞത് ശരിയല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിഗ്രി ഒന്നും വിദ്യാഭ്യാസത്തിൻ്റെ അളവുകോലല്ല. പകരം അത് തമ്മാടിയെ ഒതുക്കിയിടുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ്. ലോകത്തെ ഏറ്റവും വലിയ കുടിയേറ്റ രാജ്യമായിരുന്നു അമേരിക്ക. അമേരിക്കയിൽ കുടിയേറ്റം വരുമ്പോൾ മണ്ണിനോടും വിണ്ണിനോടുമുള്ള ബന്ധം തകരും. പ്രകൃതിയോടുള്ള ഇടപാടുകൾ മാറിമറിയും. അങ്ങനെ വന്ന ഒരു സമൂഹത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കുരുത്തം കെട്ടവന്മാരായി മാറും. അങ്ങനെ അമേരിക്കയിലെ കുടിയേറ്റ വിഭാഗങ്ങളുടെ മക്കളായി ജനിച്ച കുരുത്തം കെട്ടവന്മാരെ മെരുക്കുന്നതിനുണ്ടാക്കിയ സിലബസാണ് നിങ്ങളിന്ന് ലോകമെമ്പാടും ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ മുഴുവൻ. സർഗശക്തിയുള്ളവനെ വളർത്തുവാനുള്ള വിദ്യാഭ്യാസമല്ല. നമുക്ക് അന്വേഷിക്കാം. ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ഉത്തരം കണ്ടെത്തിയാൽ മതി. അതിലൂടെ നിങ്ങൾ ഒരു ഭാഗത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, വേറൊരു ഭാഗത്ത് കൃഷി പഠിക്കുന്നു, വേറൊരു ഭാഗത്ത് പഠിക്കുന്നു. ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകളിലുള്ള നിങ്ങളുടെ വല്ലാത്തൊരു അഭിനിവേശമാണ് നിങ്ങൾ കാശ് കൊടുത്തെങ്കിലും ഇത് മേടിക്കാൻ ഓടുന്നതിൻ്റെ പിന്നിൽ. ഒരു വിദ്യാഭ്യാസത്തിനും അതിൻ്റെ സർട്ടിഫിക്കറ്റിനും അംഗീകാരം ഉണ്ടാകുന്നത് സമാജത്തിൽ അത് ചെയ്യാൻ അവന് കഴിവുണ്ടാകുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ല പോലെ പാകം വന്ന് ഭാഷ പുറത്തു വരുമ്പോഴുമാണ്. എവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഷയിലും അവൻ അറിവുള്ളവനായി അംഗീകരിക്കപ്പെടുന്നില്ല. അതാണ് ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം അംഗീകരിക്കപ്പെടാനാകാത്ത വിധം അകലുവാനും സമാജം അംഗീകരിക്കില്ലാത്ത വിധത്തിൽ അകലുവാനും കാരണമായത്. ഇന്നത്തെ ആധ്യാത്മിക രംഗങ്ങളിൽ പോലും പുത്തൻ പഠിപ്പുമായി വന്നിരിക്കുന്ന ആധ്യാത്മികരായിരിക്കുന്ന ആളുകളെ, അവരുടെ വാക്കുകളെ യഥാതഥമായി അംഗീകരിക്കുവാൻ ജനതയ്ക്ക് പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളിൽ പ്രധാനമായത് ഈ സർട്ടിഫിക്കറ്റുകളിലുള്ള അഭിമാനമാണ്. കാലം കളയാമെന്നല്ലാതെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്നൊരു വൃദ്ധൻ അവൻ്റെ അനുഭവ പാരമ്പര്യത്തിൽ നിന്ന് പരിചയമുള്ളൊരു കാര്യം പറഞ്ഞ് സമർത്ഥിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും വിലയില്ല എന്ന് പെട്ടെന്ന് ബോധ്യമാവുകയും ചെയ്യും. ഒട്ടേറെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനുണ്ട്. പക്ഷെ രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അല്ലേ? സ്വാമിജിയോട് ഒട്ടേറെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് നല്ല നിശ്ചയം പോരാ. അതുകൊണ്ട് ആന്തരികമായൊരു സംഘർഷം ഉണ്ടാവും. എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് അത്രയും പേരിരുന്നതുകൊണ്ട് എനിക്കതിനെ പറ്റിയൊരു ഭാഷ കൈ കിട്ടിയിട്ടില്ല. എനിക്കതിൻ്റെ ഒരു ബോധ്യ വന്നിട്ടില്ല. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നോട്ട് എന്താ പറ്റി? ശബ്ദം കേൾക്കത്തില്ലേ? കുറവാണോ? ഇതിൻ്റെ അടുക്കെ ശബ്ദം വെച്ച് പറയുന്നത് അത്ര സുഖമല്ലാത്തത് കൊണ്ടാണ്. താത്തിയാൽ മതിയല്ലേ? അല്ല, നമ്മളെക്കാളത് പൊങ്ങിയിരുന്നോട്ടെന്ന് വിചാരിച്ചാണ്, അതിനെ ബഹുമാനിച്ചതാണ്. കാരണം ശാസ്ത്രീയ ഉപകരണങ്ങളൊക്കെ അല്ലേ, അപ്പം നമ്മളതിനെ ബഹുമാനിച്ചില്ല എന്ന് പറയണ്ടെന്ന് വിചാരിച്ചാണ്. നമ്മൾ തന്നിരിക്കുന്നതാണല്ലോ ബുദ്ധി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഉണ്ടാവും.
അനുഭവത്തിൻ്റെതായ പാഠവും ശാസ്ത്രീയ വ്യാഖ്യാനത്തിൻ്റെതായ പാഠവും എപ്പോഴും രണ്ടായിരിക്കും. ചരിത്രത്തിൽ അനേകം തവണ മുകളിൽ നിന്ന് ഐസ്ബർഗുകൾ വീഴുന്നുണ്ട്, അനേകം കെട്ടിടങ്ങൾ തകർന്നു പോകുന്നുണ്ട്. ഉഷ്ണമേഖലാ രാജ്യത്ത് പോലും, അമേരിക്കയിലല്ല, ഇന്ത്യയിൽ, ശ്രീലങ്കയിൽ, ആഫ്രിക്കയിൽ ഒക്കെ തകർന്നു പോകുന്നുണ്ട്. വാർത്ത കെട്ടിടങ്ങളൊക്കെ പൊട്ടിത്തകർന്നു പോകുന്നുണ്ട്. അത്ര ഉയരങ്ങളിൽ നിന്നാണ് ഐസ് കട്ടകൾ വീഴുന്നത്. വിമാനത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇതിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ പുറത്തിത്ര തണുപ്പാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? -40യും -80യും ഒക്കെ തണുപ്പാണെന്നാണ് പറയുക. ആ തണുപ്പിലൂടെയാണ് സൂര്യപ്രകാശം അരിച്ചു വന്ന് ഭൂമിയിലെത്തുമ്പോൾ ചൂടാകുന്നത്. പഠിച്ചിട്ടെന്താ കാര്യം? ഇത്രയും ചെറിയൊരു പ്രഹേളിക പോലും പഠിച്ചു എന്നായിരിക്കും നമുക്ക് പെട്ടെന്ന് അപഗ്രഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം അപഗ്രഥിച്ചറിയണം എന്നാഗ്രഹിക്കുമ്പോഴെല്ലാം നമ്മൾ അനുഭവങ്ങളെ നിരസിക്കുന്നുണ്ട്, നിരാകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുഭവങ്ങളെ മൊത്തം അധ്യാസം എന്ന പേരിൽ പറയുവാനാണ് പ്രാചീനനിഷ്ടം. അതിൻ്റെ വകയാണ് വളരെ ശക്തമായി പരമമായ ജാഡ്യം, അങ്ങേയറ്റത്തെ ആലസ്യം. അതെങ്ങനെ വരുന്നത്? പരംജ്യോതിസായ സൂര്യനെ മറയ്ക്കുന്ന പരംലോക രോധിനി, ആത്മസൂര്യനെ മറയ്ക്കുന്ന. ആത്മസൂര്യനെ മറച്ചു കഴിഞ്ഞാൽ എന്തുമുണ്ടാകാം, ഇന്നതേ ഉണ്ടാകാവൂ എന്ന് തീരുമാനിക്കരുത്. എങ്ങനെ വാസനകളുള്ളവൻ നോക്കുന്നു, വ്യഷ്ടിവാസനയും സമഷ്ടിവാസനയും എങ്ങനെ ഇരിക്കുന്നു, അതിനടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ കാണുന്ന അധ്യാസമാണ് ശബ്ദസ്പർശരൂപരസഗന്ധാദികളാകുന്ന ഈ ലോകം. അത് കണ്ടത് പ്രകാശമാണ് എന്ന് പറഞ്ഞാലും, ജലമാണെന്ന് പറഞ്ഞാലും, അഗ്നിയാണെന്ന് പറഞ്ഞാലും, വായുവാണെന്ന് പറഞ്ഞാലും, പൃഥ്വിയാണെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഭേദം അജ്ഞാനത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. സൂര്യനിൽ പ്രകാശമായും, സൂര്യനിൽ ജലമായും, സൂര്യനിൽ അഗ്നിയായും ഒക്കെ പ്രതിഭാസിക്കുന്നത് ഒരേ വസ്തുവാണ്. സൂര്യനിൽ കാണുന്ന വെളുപ്പ് സൂര്യനിലെ ജലമാണ്. സൂര്യനിൽ കാണുന്ന കറുപ്പ് സൂര്യനിലെ അന്നമാണ്. സൂര്യനിൽ കാണുന്ന ചമപ്പ് സൂര്യനിലെ അഗ്നിയാണ്. അതുപോലെ ചന്ദ്രനിലെ, അതുപോലെ മറ്റ് ദ്രവ്യങ്ങളിലെ. ഒരു ദ്രവ്യമെന്ന് പറയുമ്പോൾ അതിൽ അന്നാംശമുണ്ട്. അതിൽ നിന്ന് നേരിട്ട് അന്നം സ്വീകരിക്കുന്നതും, അത് പരിണമിച്ച് അന്നമുണ്ടായി അന്നത്തെ സ്വീകരിക്കുന്നതും, പ്രകൃതിയുടെ പരിണാമം വശ്യസുന്ദരവും അപകടകരമല്ലാത്തതുമാണ്. മാനവൻ അതിൽ നിന്ന് ഒരന്നത്തെ വേർതിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ
അതിനകത്ത് നടത്തിയ രാസപരിണാമങ്ങൾ അത്രയും അപകടകാരികളാകാനിടയുണ്ട്. ഇതാണ് അതിൻ്റെ വ്യതിയാനം. ചത്തുപോയൊരു കോഴിയോ ചത്തുപോയൊരു പന്നിയോ ചത്തുപോയൊരു പശുവോ മണ്ണിൽ കിടന്ന് ജീർണിച്ച് അത് നിങ്ങളുടെ തെങ്ങിൻ്റെ വേരുകൾ വലിച്ചെടുത്ത് പരിണമിച്ച് തേങ്ങയായി തിന്നുമ്പോൾ നിങ്ങൾ പന്നിയും കോഴിയും ഒന്നും അല്ല തിന്നത്, തേങ്ങയാണ് തിന്നത്. നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. മനസ്സിലായില്ല? അതേ പന്നിയെ, പശുവിനെ, പട്ടിയെ എടുത്ത് ഒരു ശാസ്ത്രകാരൻ അതിൻ്റെ ഒരു കോശം മാത്രം അതിൽ നിന്നെടുത്ത് അതിന് പറ്റിയ രീതിയിൽ അതിനെ വളർത്തുവാൻ, ആ കോശത്തെ വളർത്താനിടയായാൽ കണ്ണും മൂക്കും നാക്കും ഒന്നുമില്ലാത്ത ഒരു ബയോമീറ്റ് കിട്ടും. കെൻഡിക്കി ചിക്കൻ പോലെ. അത് ചിക്കനല്ല, അതൊരു കോശം വളർത്തിയെടുത്ത മീറ്റാണ്. ഒരു പന്നിയുടെ ആകൃതിയിലിരിക്കുന്ന ഒരു മാംസകഷ്ണം കിട്ടും. കാരണം പന്നിയുടെ കോശം വളർത്തിയെടുത്തതാണ്. അപൂർവമായി പ്രകൃതിയിലും തേങ്ങ ചിലപ്പോൾ ആകൃതിയിലിരുന്നു എന്ന് വരും. മനസ്സിലായില്ല? മാങ്ങ ചിലപ്പോൾ ആ ആകൃതിയിലിരുന്നു എന്ന് വരും. അത് പരിണാമം പൂർണ്ണമാകാത്തത് കൊണ്ടാണ്. പ്രകൃതിയായുള്ള പരിണാമവും നിങ്ങൾ ശാസ്ത്രീയമായി പരിണമിക്കുന്ന പരിണാമവും തമ്മിൽ അന്തരമുണ്ട്. ശാസ്ത്രീയമായി പരിണമിപ്പിച്ച വസ്തു നിങ്ങളുടെ കോശങ്ങളോട് എങ്ങനെ പ്രതികരിക്കും എന്നത് നിശ്ചയമില്ലാതെ ഒരു ആഹാരം വ്യാവസായികമായി ഉൽപ്പാദിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. പ്രകൃതിയാവുള്ളത് അനുശീലനം കൊണ്ട് കൃത്യത ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുമ്പോൾ ആരോഗ്യമാണ് ഉണ്ടാകുന്നത്. ആരോഗ്യം, വീര്യം, യശസ്, ശാന്തി, സത്യം, അഹിംസ, അസ്തേയം ഇവയൊക്കെയാണ് ആ ആഹാരത്തിൽ നിന്നുണ്ടാകുന്നത്. ഈ കെമിക്കലും ഹിംസയും അതിൽ ഉൾപ്പെടുമ്പോൾ അതിൻ്റെ ആശ്രയദോഷം കൊണ്ട് ഹിംസ, സ്തേയം, അന്യഥാകാമം ഒക്കെയാണ് മറ്റതിൽ നിന്നുണ്ടാകുന്നത്. രണ്ടും ആഹാരമല്ലേ, എന്തെങ്കിലും കഴിച്ചാൽ പോരാ. ആദ്യത്തത് പ്രകൃതിയാവുള്ളത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഡക്റ്റിലസ് ഹോർമോണുകൾക്ക് മാറ്റം ഉണ്ടാവില്ല. നിങ്ങളിൽ രോഗങ്ങളധികം ഉണ്ടാവില്ല. ശാന്തി ശരീരത്തിനും മനസ്സും ഇന്ദ്രിയങ്ങൾക്കും ഉണ്ടാവും. മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഉണ്ടാവും. വേണ്ട വാക്ക് വേണ്ടപ്പോൾ തോന്നും. മറ്റത് നിങ്ങളുടെ വാക്കുകളെ മാറ്റിമറിക്കും. നിങ്ങളുടെ ഡക്റ്റിലസ് ഹോർമോണുകളെ മാറ്റിമറിക്കും. ശാരീരികമായും മാനസികമായും അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു കുഞ്ഞ് അച്ഛനോട് പറയേണ്ടതുപോലെ അല്ലാതെ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടാവും. വളരേണ്ടതുപോലെ വളരാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടാവും. വീര്യം മുതലായവ ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ ഇതിനെയും കൊണ്ട് അലഞ്ഞ് ജീവിതം വ്യർത്ഥമാവും. ഇത് ബുദ്ധി കൊണ്ട് പഠിക്കാനാവില്ല. കാരണം ബുദ്ധി അനുസരിച്ചാണെങ്കിൽ അനേക ബുദ്ധി ഉപയോഗിച്ച് അനേക ലാബറട്ടറികളിൽ പരീക്ഷണം നടത്തി അനേകം പേർ കുത്തിയിരുന്ന് വിഷമിച്ച് അതിൻ്റെ സെല്ലുകൾ വേർതിരിച്ചെടുത്ത് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കി ലോകത്തിന് ശാന്തി തരാൻ വേണ്ടി തന്ന ശാസ്ത്ര കാര്യമാണ്. അതിനോട് ബഹുമാനവും അതിൻ്റെ അനുഭവം വികലവുമാകുമ്പോൾ അന്തർസംഘർഷം വളരെ കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഇത് പഠിക്കാനൊരുങ്ങുമ്പോൾ ഇതിൽ പ്രധാനമായി പറയുന്ന അധ്യാസത്തെക്കുറിച്ചാണ്. മോഹമാണ് നാം ഇന്ന് സത്യമെന്ന് വിചാരിക്കുന്നത്. വളരെ എളുപ്പത്തിലാണ് ഓരോന്നിൽ മോഹിക്കുന്നത്. മോഹിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയും മനസ്സും അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് തയ്യാറെടുക്കുന്നത്.
ഒരു ജന്മത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഉപയോഗിച്ചിട്ടുള്ള വാക്കും ചെയ്തിട്ടുള്ള പ്രവൃത്തിയും എഴുതി വച്ചിട്ടുള്ളതായ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ മോഹിക്കുന്നവൻ പരസ്പര നിരാകരണമാണ് നടക്കുന്നത്. ആ പരസ്പര നിരാകരണമാണ് ലോകത്ത് നടക്കുന്നത്. പരസ്പര ആശ്ലേഷമല്ല. ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് അമ്മയെന്ന് പറഞ്ഞു, അതിനോട് വിപരീതം പറഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോൾ രണ്ടുപേരും അതുതന്നെയാണ്. പക്ഷേ അമ്മ മുമ്പ് എതിർത്ത് പറഞ്ഞത് ഇപ്പോൾ അമ്മ അനുകൂലിച്ച് പറയുന്നു. അതേ സമയത്ത് മറ്റവൻ എതിർത്ത് പറഞ്ഞതിനെ അവൻ അനുകൂലിക്കുന്നു. വീണ്ടും അവർ രണ്ടുപേരും പരസ്പരം എതിർത്ത് പറയും. രണ്ടുപേരും മുമ്പ് ഏതൊന്നിനു വേണ്ടിയാണോ ഒരു മോഹം കൊണ്ട് വാശി പിടിച്ചത്, ഇന്ന് ആ വസ്തു അവരുടെ മുമ്പിലില്ല. അതിന് വിപരീതമായ വസ്തു മോഹം കൊണ്ട് തലയിൽ കയറിയിരിക്കുന്നു. അതിനനുകൂലമായി വാദിക്കുന്നു. ഭരണാധികാരികളും മാധ്യമപ്രവർത്തകരും പഠിപ്പുള്ള ബുദ്ധിജീവികളും എല്ലാം ഈ മോഹത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ തങ്ങളുടെ മോഹങ്ങളെ അവർ തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് മോഹമില്ലാത്തവൻ വേണം ഔന്നത്യങ്ങളിൽ നിലകൊള്ളാൻ. അവന് മാത്രമേ ശാന്തി ലോകത്തിന് പ്രദാനം ചെയ്യാൻ കഴിയൂ. അതെൻ്റെ ആളാണ് എന്ന് മോഹിക്കുമ്പോൾ അയാൾ ചെയ്തത് ശരിയാണെന്ന് വ്യാഖ്യാനിക്കുവാൻ എൻ്റെ ബുദ്ധിയും മനസ്സും തയ്യാറാവും. മോഹം കൊണ്ടാണ് അയാൾ എൻ്റെ ആളാണെന്ന് തോന്നുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ വിവേകമാണ് അയാൾ എൻ്റെ ആളാണെന്ന് പറയുന്നത്. നിങ്ങൾക്കാളല്ലാത്തത് മോഹം കൊണ്ടാണ് എന്ന് അന്നേരം പറഞ്ഞ് തർക്കിക്കുകയാണ്. പിന്നീട് ഒരിക്കൽ അയാൾ എൻ്റെ അല്ലെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ എൻ്റെ അല്ലെങ്കിൽ പിന്നെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞതിന് വിപരീതമായി പറയും. പ്രപഞ്ചത്തിൽ എൻ്റെ 2 അഭിപ്രായങ്ങൾ വീഴുമ്പോൾ എന്നെക്കുറിച്ച് പ്രപഞ്ചത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടും. എന്നെ മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ഈ ചേതോവികാരമാണ് കിടക്കുന്നത്. കാരണം എന്നെ ഞാൻ തന്നെ വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതും ഈ ആഴ്ച പറഞ്ഞതും മോഹം കാരണം പരസ്പര വിരുദ്ധമാണ്. മോഹനിരാസം വരുമ്പോൾ മാത്രമേ വസ്തുത കാണാനും കേൾക്കാനും പഠിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഏത് പഠിപ്പിലും ഇതുണ്ടാവും. അതുകൊണ്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത്, അവിവേകമായി അടിഞ്ഞുകൂടി ആത്മപ്രകാശത്തെ നിരോധിച്ച് മൂർഖതയെ പ്രദാനം ചെയ്യുന്ന ആഗ്രഹമാകുന്ന ജലഗണങ്ങൾ മേഘമാലകളായി ഉരുണ്ടുകൂടി ആത്മപ്രകാശം മറച്ച് മനുഷ്യന് ജാഡ്യമുണ്ടാക്കുന്ന മേഘമാലകളാണ്. ജാഡ്യം ആണ് ഏറ്റവും വലിയ രോഗം. ജാഡ്യം വരുമ്പോഴാണ് എല്ലാ പ്രവർത്തനങ്ങളും പതുക്കെ നലപ്പിക്കാൻ ശ്രമിക്കുന്നത്. നോക്കിയിരുന്നാൽ കാണാം, ജീവിതത്തിൻ്റെ പ്രവാഹത്തിനിടയിൽ ജാഡ്യം വരുന്നത് കാണാം. കൂടിനുള്ളിലേക്ക് കയറുന്നത് കാണാം. ജീവൻ തൻ്റെ കൂടിനുള്ളിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ, ജാഡ്യം വരുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത്
ജാഡ്യം പുറമേയാണ് ആദ്യം ഉണ്ടാകുന്നത്. പുറമേ ഉണ്ടാകുന്ന ജാഡ്യം ഓരോ പ്രവർത്തനത്തെയും ഓരോ ഇന്ദ്രിയത്തെയും ഒക്കെ ബാധിക്കാൻ തുടങ്ങും. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന നല്ല കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങും. ആ കാണരുതാത്തതിൻ്റെ സങ്കല്പമുള്ള കാഴ്ചയിൽ നിന്ന് യഥാർത്ഥ കാഴ്ച മറയുമ്പോൾ അതിനനുകൂലമായി മനസ്സ് പ്രവർത്തിക്കാതാവും. കേൾവി അതുപോലെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന വിഷയങ്ങളും അവയെ ഉൾക്കൊള്ളുന്ന ശ്രവണേന്ദ്രിയം